തങ്ങളുടേതായ ഇടം കണ്ടെത്തിയ തങ്ങളുടെ വെല്ലുവിളികളെ ഊർജ്ജമാക്കി മാറ്റിയ ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിലേക്ക് അവർ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ക്ലാസിക്കൽ നൃത്തരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഭാവിയിലെ ഒരു ആയുർവേദ ഡോക്ടർ കൂടിയായിട്ടുള്ള ശ്രീ വിസ്മയ എന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ വിസ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2021-22 നാഷണൽ ബ്രേവറി അവാർഡ് വിന്നറും ജൂനിയർ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമായിട്ടുള്ള ശീതൾ ശശി ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശീതളിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ല ചിത്രരചനകൾ നമ്മളെല്ലാവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നവയാണ്. എന്നാൽ അത് കൈകൊണ്ടല്ലാതെ വായ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആ കുളിർമ ഒന്നുകൂടി അത് വർദ്ധിപ്പിക്കും. കൈകൾ ഉപയോഗിക്കാതെ വായ കൊണ്ട് ചിത്രങ്ങൾ വരച്ച്, മനോഹരമായ ചിത്രങ്ങൾ വരച്ച് എല്ലാവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ശ്രീ സുനിത തൃപ്പാണിക്കര ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ സുനിതയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുരുഷന്മാരുടെ കുത്തക എന്ന് പറയാവുന്ന ഒരു ജോബാണ് ബസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ബസ് ഡ്രൈവിംഗ് പാഷനായും ഒരു തൊഴിലായും ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ഗ്രീഷ്മ പുരുഷോത്തമൻ. ശ്രീ ഗ്രീഷ്മ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ഗ്രീഷ്മയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ ഒരു നാട്ടുകാരി കൂടിയാണ് ശ്രീ സരോജിനി തോലാട്ട്. ഇന്റർനാഷണൽ അത്ലറ്റും അതുപോലെ മാപ്പിളപ്പാട്ട് കലാകാരിയുമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വേദിയിൽ സരോജിനി തോലാട്ടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വീണ്ടും പുരുഷന്മാരുടെ മാത്രം ഏരിയ എന്ന് പറയാവുന്ന ഒരു ഫീൽഡാണ് തെങ്ങുകയറ്റം എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെങ്ങുകയറ്റം ചെയ്ത് അദ്ദേഹം സംസ്ഥാനതല പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീമതി ബിന്ദു രാജനാണ് അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീമതി ബിന്ദു രാജനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ വുമൻസ് എംപവർമെന്റ് സെല്ലിന്റെ ഭാഗമായിട്ടുള്ള സെമിനാർ പ്രസന്റേഷൻ നടത്തുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കില ഇൻസ്ട്രക്ടറും KSWDCയുടെ ബോർഡ് മെമ്പറുമായിട്ടുള്ള VK പ്രകാശിനി മാമാണ്. പ്രകാശിനി മാമിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിലേക്ക് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് MC ഹാഷി സാറാണ്. സർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണാടിപ്പറമ്പ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോളേജിലെ കൊമേഴ്സ് വിഭാഗം HOD അനിൽ സർ നമ്മുടെ ചടങ്ങിനെ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ സന്നിധനായിട്ടുണ്ട്. അനിൽ സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരി ഈ ചടങ്ങ് ഗംഭീരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ രക്ഷിതാക്കളെയും സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Wish you all a glorious day ahead. It is an absolute delight and honor for me to be basking in the presence of such stalwarts and blessed people on and off the dais here. Well, I am feeling today's morning breeze is highly fragrant as it comes with gentle touch over to the most eminent, most vibrant, prominent and promising, most distinguished personality. It's none other than our chairman, His Excellency Mr. Mustafa Mulligood, Managing Director, Siraj International Aluminium and Glass Industry, situated in Dubai, Chairman of Developers and Holdings, Chairman of Foundation Trust, and also he runs many other firms in United Arab Emirates. Thank you, Chairman Sir, for being the beacon of change, the harbinger of hope, and the embodiment of the transformative power of education. May your journey ahead be as inspiring as the footprint
have left behind. Now, let's have a look onto the monitor for an inspiring video of our chairman, the pride of Knowledge Arts and Science College. On to the video, please. കൺസ്ട്രക്ഷൻ, ട്രേഡിംഗ്, റീറ്റെയിൽ തുടങ്ങി നിരവധി വാണിജ്യ വ്യവസായ സംരംഭങ്ങളുള്ള സിറാജ് ഇന്റർനാഷണൽ അലുമിനിയം ആൻഡ് ഗ്ലാസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ. ബിസിനസ് എഞ്ചിനീയറിംഗ് രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യം മുസ്തഫ മുല്ലിക്കോടിന്റെ കർമ്മ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. 4 പതിറ്റാണ്ടായി UAE അമ്പലച്ചുരുകളായ കെട്ടിടങ്ങൾക്ക് രൂപഭാവം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മുസ്തഫ മുല്ലിക്കോട്ട് നേതൃത്വം നൽകുന്ന സിറാജ് ഇന്റർനാഷണൽ അലുമിനിയം ആൻഡ് ഗ്ലാസ് ഗ്രൂപ്പാണ്. മക്കളായ റിയാസും മുബിൻ മുസ്തഫയും റിസ്വാനും മുസ്തഫക്കൊപ്പം കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പുതിയ ആശയങ്ങളിലൂടെ സിറാജ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് പിതാവിനൊപ്പം മക്കൾ കൂട്ടായിട്ടുണ്ട്. ദുബായ് DAEയിലെ സ്വന്തമായുള്ള ഫാക്ടറിയിൽ നിന്നാണ് കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനുകൾ എടുക്കുന്നത്. ആധുനികമായ മെഷീനറികളും സാങ്കേതിക വിദ്യകളും മുസ്തഫയുടെ ബിസിനസ് സാമ്രാജ്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ഈ രംഗത്തെ അനുശേഷനാമമാണ് സിറാജ് ഇന്റർനാഷണൽ ഗ്രൂപ്പ്. With due respect, I kindly request the gathering to have a standing ovation for our chairman's commitment and compassion that is leading us to path of light. I stand here in gratitude for this wonderful opportunity to witness this honoring ceremony and share my thoughts with each one of you. Thank you one and all. തലശ്ശേരിയിലെ മാഡ്മാക്സ് എന്ന ട്രൂപ്പിലെ പ്രധാന നർത്തകിയാണ് വിസ്മയ. നൃത്തത്തിൽ വിസ്മയം നൽകുന്ന വിസ്മയത്തിന് ആദരവ് നൽകുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നട്ടലിന്റെ കശേരുക്കളെ ബാധിക്കുന്ന ഫലക്ഷയം, അരയ്ക്ക് താഴെ തളർച്ചയായി മാറുന്ന മസ്കുലർ ബാധിച്ച് കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും നിറങ്ങളുടെ ലോകത്തെ രാജകുമാരിയാണ് ഈ കണ്ണൂർക്കാരി. ജന്മന കാലിന്റെ ചലനശേഷി കുറവായിരുന്ന സുനിത 6ാം ക്ലാസ് വരെ സ്വന്തം കാലിൽ നടക്കുമായിരുന്നു. എന്നാൽ ഓരോ വർഷം കൂടുന്തോറും കാലിന്റെ തളർച്ച കൂടി വന്നു. പതിയെ അവർ മനസ്സിലാക്കി അതേ അവസ്ഥ വന്നിരുന്നു. അങ്ങനെയാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലിന്റെ സുനിത വീണത്. ആ വീഴ്ചയോടെ കാലുകൾ നിശ്ചലമായി. +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈകൾക്കും ചലനശേഷി നഷ്ടമായി. പക്ഷേ 2-3 ജ്യേഷ്ഠനായ ലോക പ്രശസ്ത മോക്ക് പെയിന്റർ ഗണേഷ് കുമാറിനെ റോൾ മോഡലാക്കി സുനിത നിറങ്ങളുടെ ലോകത്തേക്ക് ചേരുന്നു. കണ്ണൂരിൽ സഹോദരിമാരും ചെറിയമ്മയും മുങ്ങിക്കാണുമ്പോൾ സ്വജീവൻ മറന്നുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കുകയും ആ ആത്മധൈര്യം ശ്രീധർ ശശി എന്ന കടന്നപ്പള്ളി സ്വദേശിയായ 8ാം ക്ലാസ്സുകാരിയെ ധീരതയ്ക്കുള്ള ദേശീയ അവാർഡിലേക്ക് എത്തിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ശ്രീധർ സ്കൂളിലെ STC കാഡറ്റ് കൂടിയാണ്. മുതിർന്ന ഒരു പോലീസുകാരി ആകാനാണ് ശ്രീധരൻ ആഗ്രഹം. പ്രവാസിയായ P. ശശിയാണ് ശ്രീധരന്റെ പിതാവ്. മാതാവ് K. ഷീജ. ഇന്നത്തെ ഈ ചടങ്ങിൽ ശ്രീധർ ശശിയെ
I would invite Srishma Purushothaman to receive a token of appreciation. She is a heavy vehicle driver and is a bus driver in Mayur Road. ശ്രീഷ്മ കുഞ്ഞുനാളിലെ വലിയ വാഹനത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വാഹനം ഓടിക്കുക എന്ന സ്വപ്നം ശ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. 18 വയസ്സായപ്പോൾ തന്നെ ആ സ്വപ്നം പൂർത്തീകരണത്തിലേക്ക് വേണ്ട ആദ്യ പടി എന്ന രീതിയിൽ ചെറുവാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ശ്രീഷ്മ സ്വന്തമാക്കി. 21ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. സിവിൽ എഞ്ചിനീയർ ബിരുദധാരി കൂടിയായ ശ്രീഷ്മ ഇപ്പോൾ കണ്ണൂർ മൈൽ റൂട്ടിൽ മാണുക്കി എന്ന ബസ് ഓടിക്കുകയും അതിലൂടെ യൂട്യൂബിൽ ഒരു വൈറൽ താരവും ആയിരുന്നു. വലിയ ട്രക്ക് ഉൾപ്പെടെ 7 വാഹനം ഓടിക്കാമെന്ന ആത്മവിശ്വാസം കൈമുതലായ ശ്രീഷ്മ ഇന്നത്തെ ഈ ചടങ്ങിൽ തീർച്ചയായും ആദരിക്കപ്പെടേണ്ടതുണ്ട്. Next, I would invite Bindu Rajaguri, woman coconutry driver, to receive a token of appreciation. ബിന്ദു രാജകുടി പ്രൊഫസറായി തെങ്ങുകയറുന്ന പുരുഷന്മാരെ പോലും അമ്പലപ്പിച്ചുകൊണ്ട് വെറും 42 സെക്കൻഡ് കൊണ്ട് തെങ്ങിൽ കയറി സംസ്ഥാനതല പുരസ്കാരം കൈവരിച്ച ഒരു താരം തന്നെയാണ് ബിന്ദു രാജകുടി. 11 വർഷമായി തെങ്ങുകയറുന്ന ബിന്ദു പെരിയോ മൈക്രോ പഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പറായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. 11 വർഷം മുമ്പ് പഞ്ചായത്തും കൃഷി വകുപ്പും നാളികേര വികസന ബോർഡും ചേർന്നു. Next, I would invite Sarojini Tolate, international athlete and Mamlapat singer, to receive a token of appreciation. സരോജിനി തോലാർ പയ്യന്നൂരിലെ താനേരി ഗ്രാമത്തിൽ നിന്നും സ്വപ്രയത്നത്തോടും കഠിനാധ്വാനം കൊണ്ടും കായിക മേഖലയിൽ ദേശീയ അന്തർദേശീയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിത്വമുടമയാണ് ശ്രീമതി സരോജിനി തോലാർ. 2013-15 വരെ ജില്ലാ സംസ്ഥാന മീറ്റിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്വർണം, വെള്ളി, ബ്രോൺസ് മെഡലുകൾ നേടിയിട്ടുണ്ട്. 2012 ചൈനയിലെ താനേരിൽ വെച്ച് നടന്ന 17ാമത് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും 2000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ 6ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കൂടെ മലയാള വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന പ്രജിത മിസ്സാണ്. തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് ഉന്നത ബിരുദം നേടി, പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി, നെറ്റ് പരീക്ഷ വരെ പാസ്സായി കഴിഞ്ഞ 2013 മുതൽ നമ്മുടെ ഈ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ആ വിഭാഗത്തിൻ്റെ HOD കൂടിയായിട്ടുള്ള പ്രജിത ആണിനി ആദരിക്കപ്പെടുന്നത്. തീർച്ചയായും നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മാതൃകയായി ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. പ്രജിത അനുഗ്രഹിക്കപ്പെടുന്നതിന് ഉള്ള അതീവ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്തു. വിശാലമായ ക്യാമ്പസിൻ്റെ ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഈ കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കും ഈ 10 വർഷം മുമ്പ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നത് ഒരു പ്രവാസി വ്യവസായി എന്ന നിലക്കും കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖ്യ ശില്പികൾ എന്ന നിലക്കും ഒരുപാട് ആദരവുകളും അനുമോദനങ്ങളും നേടിയ വ്യക്തിയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ മുസ്തഫ മുള്ളിക്കോട് സാഹിബ്. എന്നാൽ അതിലൊക്കെ ഉപരിയായി ആ എല്ലാ അവാർഡിനേക്കാളും അനുമോദനങ്ങളെക്കാളും അദ്ദേഹത്തിന് ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു ആദരവാണ് സ്വന്തം സ്ഥാപനത്തിൽ സ്വന്തം അധ്യാപകരും സ്വന്തം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് നൽകിയ ഈ ആദരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ സജു സർ, ആദരണീയനായ കോളേജ് ചെയർമാൻ മുസ്തഫ സർ, വേദിയിൽ സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്നിവിടെ ആദരിക്കപ്പെട്ട മഹിളാ രത്നങ്ങളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, MM കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ
നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെയർമാൻ വിലപ്പെട്ട സമയം ഉള്ള അദ്ദേഹം കുറച്ചു നേരം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ ഒരു വുമൺ എൻവയോൺമെൻറ്റ് സെൽ ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ ആശീർവാദം ഏറ്റുവാങ്ങുകയും ചെയ്യാൻ അദ്ദേഹത്തിനോടുള്ള കോളേജ് സ്റ്റാഫിലെ മൊത്തം സന്തോഷവും അഭിമാനവും ആദരവും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വുമൺ എൻവയോൺമെൻറ്റ് സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം, അതുപോലെ ജെൻഡർ ഈക്വാലിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ആദരിക്കപ്പെട്ട 6 വനിതകൾ, വിശിഷ്ട വനിതകൾ തങ്ങളുടെ പരിമിതികളില്ലാതാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവർക്കും എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഒരു കോളേജ് കൊണ്ടുവന്ന് അതിൻ്റെ ലാഭനഷ്ടത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളൊന്നും നോക്കാതെ തന്നെ ഈ കോളേജിൻ്റെ ഉന്നതി മാത്രം ലക്ഷ്യമിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പൊതുജീവൻ നൽകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കോളേജ് തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ പേര് ദേശാന്തരങ്ങളിലേക്ക് എത്തിച്ചു. എന്നുവെച്ചാൽ ആരും അറിയപ്പെടാതെ കിടന്ന ഒരു കുഗ്രാമമായിരുന്നു നമ്മുടെ കാരക്കുണ്ടെന്ന പ്രദേശം. അതിന് അദ്ദേഹത്തെ ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടി ഇവിടെ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം, ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അതിന് സധൈര്യം നേരിട്ടുകൊണ്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ഇവിടെ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്പോർട്സിൽ ഉയർന്ന നിലയിലെത്തിയവരെ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ച ചില മേഖലകൾ എത്തിപ്പിടിച്ച സ്ത്രീകൾ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട്, നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു യാഥാസ്ഥിക പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ്. ആ യാഥാസ്ഥിക സമൂഹത്തിൻ്റെ തിട്ടൂരങ്ങളെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് ആ സ്ത്രീകൾ ഈ നിലയിൽ ഉന്നതമായ നേട്ടങ്ങൾ കൊയ്തെടുത്തത് എന്നത് നമുക്കേവർക്കും അഭിമാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ മറ്റു സ്ത്രീകൾക്കും ഇത് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആദരണീയനായ ചീഫ് ഗസ്റ്റ് മുസ്തഫ സാർ, അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന പ്രിൻസിപ്പൽ സജു ജോസ് സാർ, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജെൻഡർ അവെയർനെസ് ആൻഡ് ഇൻക്ലൂസീവ്നെസ് ആ ഒരു ക്യാപ്ഷൻ തന്നെ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതായത് നമ്മുടെ വികസനം എന്ന് പറയുമ്പോൾ ആളുകൾ പറയും നാട് വളരുന്നു, വികസിക്കുന്നു, പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് പറയുകയാണ്. കേരളത്തെക്കുറിച്ച് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് ജീവിത നിലവാര സൂചികളിൽ ഹ്യൂമൻ ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന നീതി ആയോഗിൻ്റെ കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളം. അത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീകളുടെ ഉയർന്ന ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ, ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ, ഏറ്റവും കുറഞ്ഞ ഗർഭസ്ഥ മരണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ സജു ജോസ് കനാലിൽ നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ മെമ്പറാണ്. നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് അസോസിയേഷൻ്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അസോസിയേഷൻ്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വൈസ് പ്രസിഡൻ്റാണ്. നമ്മുടെ കോളേജ് 2013 സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ന് അത് ഉയർച്ചയുടെ പടവിലാണ്. വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല മാർക്ക് കിട്ടിയ 90% കൂടുതൽ +2 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക്
നമ്മൾ വിദ്യശ്രീ എന്ന രീതിയിൽ ഒരു സ്കോളർഷിപ്പ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ 90% മാർക്ക് സെമസ്റ്ററുകളിൽ വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അതാത് സെമസ്റ്ററുകളുടെ ഫീ നമ്മൾ എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പല സ്കോളർഷിപ്പുകൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൂട്ടായ ഒരു സമീപനത്തോട് കൂടിയിട്ട് വലിയ ഒരു സ്ഥാപനമാക്കി ഈ സ്ഥാപനത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് നമുക്കുണ്ട്. വളരെ ഭൗതികമായ സാഹചര്യം ഒരുക്കുന്നതിൽ വളരെ താല്പര്യത്തോടുകൂടി വരുന്ന മാനേജ്മെൻറ്റിൻ്റെ സഹകരണം നമുക്ക് വളരെ ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ട്. നാക്കിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 2024 തന്നെ നാക്ക് അക്രഡിറ്റേഷൻ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാക്കിൽ വെറുതെ അക്രഡിറ്റേഷൻ നേടിയെടുത്തുകൊണ്ട് കാര്യമില്ല. ഒരു A+ എങ്കിലും നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിന് ഏറ്റവും ആവശ്യം വിദ്യാഭ്യാസമാണ് എന്ന് എൻ്റെ ഗൾഫ് ജീവിതത്തിൽ, ഗൾഫിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ അറ്റ്ലീസ്റ്റ് മിനിമം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കുമെങ്കിലും ഇങ്ങനൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവണം, അത് ഒരു വലിയ സംരംഭമായി മാറ്റണം എന്ന് ഉദ്ദേശിച്ചതുകൊണ്ടാണ് ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പ്രദേശത്തുള്ള ഒരു ജനങ്ങൾക്ക് നമ്മൾ ഇൻവോൾവായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് ചെയ്ത ഒരു തീരുമാനമാണ് ഇതെടുത്തിരിക്കുന്നത്. കുട്ടികളോട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ കൂടുതൽ എത്രത്തോളം നന്നായിട്ട് വിദ്യാഭ്യാസം നേടുക എന്നുള്ള തന്നെയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ കുട്ടികളെയൊക്കെ ആ രീതിയിലാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. അവർക്ക് നല്ല വിദ്യാഭ്യാസം, എൻ്റെ 4 കുട്ടികളും എൻജിനീയറിങ് പഠിച്ച കുട്ടികളാണ്. അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിലും UK-യിലൊക്കെ പഠിച്ച എൻ്റെ മക്കൾ ആ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള കുട്ടികളും അതുപോലെ പഠിച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിന് വേണ്ടി അതുപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കാൻ നമ്മൾ ഇനിയും നമ്മളിതിലൊരു ബിസിനസ് പരമായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയോ മറ്റ് സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചൊന്നുമല്ല. നമ്മുടെ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്തു വരുന്നു.